ശുദ്ധാക്ഷരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ വീണ്ടും സ്വാഗതം. ശുദ്ധാക്ഷരങ്ങളിൽ ഇത്തവണ ശുദ്ധ മലയാളത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ധൈര്യപ്പെടുകയാണ്. വെറും ധൈര്യമാണ്. ശുദ്ധ മലയാളമാണോ ഞാൻ സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് തന്നെ സംശയമുണ്ടെങ്കിലും പ്രൊഫസർ പത്മന രാമചന്ദ്രൻ നായരുടെ പുസ്തകം അതേ രൂപത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഗദ്യം കവീനാം നികിഷം വദന്തി എന്നൊരു ചൊല്ല്, അതായത് ഗദ്യമാണ് കവികളുടെ കഴിവിൻ്റെ ഉരകല്ല് എന്നർത്ഥം. നല്ല ഗദ്യത്തെക്കുറിച്ചാണ് ഈ പറയുക. ഗദ്യം കവീനാം നികിഷം വദന്തി, കഴിവിൻ്റെ ഉരകല്ല് ഗദ്യമാണ്. ചില ആളുകൾ തങ്ങൾ എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് പോലും ബോധ്യമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഫ്രഞ്ച് നാടകൃത്തായ മോളിയേരുടെ ഒരു കഥാപാത്രം അത്ഭുതത്തോടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്ത് ഇത്രയും കാലം ഞാൻ സംസാരിച്ചിരുന്നത് മുഴുവൻ ഗദ്യമായിരുന്നെന്നോ? അറിയാൻ പാടില്ല. എന്താ സംസാരിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് പോലും ബോധ്യമില്ലാത്തവരുടെ എണ്ണം കൂടുന്നു. ഇനി പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ വളരെ പ്രചാരത്തിലുള്ളൊരു പ്രയോഗമാണ്, അയ്യോ വെറും പള്ളിപ്രസംഗം പോലെ ആയിപ്പോയല്ലോ ആ പ്രസംഗമെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? പള്ളിപ്രസംഗം ഇങ്ങനെ നീണ്ടു പോവുകയും കനമില്ലാതെ വെറുതെ എങ്ങനെ അലയടിച്ചങ്ങ് ഇല്ലാതായി പോവുകയും ചെയ്യുന്നു എന്നാണോ? അല്ലെങ്കിൽ പള്ളിപ്രസംഗം എന്ന് പറയുന്ന പ്രസംഗത്തിന് കാര്യമായി ശുദ്ധിയില്ലെന്നാണോ? അതുമല്ലെങ്കിൽ കാര്യമാത്ര പ്രസക്തമല്ലാത്ത എന്തൊക്കെയോ വാചക കസർത്ത് മാത്രമാണ് പള്ളിപ്രസംഗം എന്നാണെന്നാണ്. ഏതായാലും നാട്ടിലിങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ, അതിനൊന്ന് തിരുത്താൻ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാവരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മലയാളം ഒരല്പം കൂടി ശുദ്ധിയുള്ള മലയാളമാക്കി മാറ്റുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഇദ്ദേഹം എഴുതുന്നു, നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരിടത്ത് വലിയ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നു, എഴുത്ത് പഠിച്ച് കരുത്ത് നേടൂ. എഴുത്ത് പഠിച്ച് കരുത്ത് നേടൂ. ശരിയാണോ തെറ്റാണോ? നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തതിൻ്റെ തെറ്റ്? എഴുത്ത് പഠിച്ച് കരുത്ത് നേടൂ, തെറ്റൊന്നുമില്ല. പക്ഷേ വ്യാകരണം നോക്കുമ്പോൾ ഇതിൽ തെറ്റുണ്ട്. കരുത്ത് നേടൂ എന്നെഴുതുന്നതിൽ തെറ്റില്ല. പക്ഷേ എഴുത്തിൽ ആ താ കഴിഞ്ഞിട്ട് ചേർത്തിരിക്കുന്ന മീത്തലുണ്ടല്ലോ, ആ മീത്തലിന് പകരമായിട്ട് ഉകാരമാണ് ചേർക്കേണ്ടത്. അതായത് എഴുത്ത് എന്നതിന് പകരം എഴുത്തു എന്നതിനെ എഴുതേണ്ടത്. എഴുത്ത് പഠിച്ച് കരുത്ത് നേടൂ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ മീത്തൽ മാറ്റിയിട്ട് ഉകാരം ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റായി. ചെറിയ തെറ്റാണെങ്കിലും തെറ്റ് തന്നെയായിട്ട് മാറുന്നു. അടുത്ത പത്രവാർത്ത, ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് ഭരതത്തിന്. ഇതിലെന്താ തെറ്റ്? ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് ഭരതത്തിന്. ഗ്രന്ഥകർത്താവ് പറയുന്നു തെറ്റാണ്. കാരണം ഏറ്റം എന്നത് ഏറുക എന്ന ക്രിയയിൽ നിന്നുണ്ടായ നാമരൂപമാണ്. ആധിക്യം എന്നാണ് അർത്ഥം. മികച്ച എന്ന വിശേഷണത്തിൻ്റെ വിശേഷണമായിട്ട് നാമരൂപം ചേർക്കാൻ പറ്റുകയില്ല. ഏറ്റവും എന്നായാൽ ശരി, കാരണം അത് വിശേഷണമാണ്. അതായത് വിശേഷണത്തിൻ്റെ വിശേഷണമാണ്, അതായത് ക്രിയാവിശേഷണം. അങ്ങനെയാണെങ്കിൽ ഏറെ എന്നാണ് അതിൻ്റെ അർത്ഥം വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ് ഭാരതത്തിന് എന്നെഴുതിയാൽ ശരിയാവും. ഏറ്റം എന്നുള്ളത് മാറ്റി ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള അവാർഡ്. ഏറ്റവും നല്ല പ്രവർത്തകനുള്ള അവാർഡ്, ഇടവകയിലെ ഏറ്റവും നല്ല പ്രവർത്തകനുള്ള അവാർഡ് ഇന്നയാൾക്ക് നൽകുന്നു എന്ന് പറയുന്നതിന് പകരമായിട്ട് ഏറ്റവും നല്ല പ്രകൃതം, ഏറ്റവും എന്ന് തന്നെ വരുന്നതാണ് യഥാർത്ഥ നല്ല ഉപയോഗം. ഇനി പെരുന്നാൾ മുൻപതിവ് പോലെ ആഘോഷിച്ചു എന്ന് പലരും പറയാറുണ്ട്, പള്ളിപ്രസംഗങ്ങൾ പ്രത്യേകിച്ചും. പെരുന്നാൾ മുൻപതിവ് പോലെ ആഘോഷിച്ചു. പതിവ് പോലെ എന്ന് പറയുന്നതും മുൻപത്തെ എന്ന് പറയുന്നതും രണ്ടും ഒരേ അർത്ഥമാണ്. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് കഴിയുമ്പോൾ പ്രത്യേകിച്ച് അർത്ഥത്തിന് മാറ്റമൊന്നും വരുന്നില്ല. മലയാളത്തിന് അർത്ഥ വൈകല്യം വരികയും ചെയ്യുന്നു. അപ്പം മുൻപതിവ് പോലെ എന്നുള്ളത് ശരിയല്ല, അങ്ങനത്തെ ഒരു പ്രയോഗമില്ല.
അങ്ങനെയാണെങ്കിൽ ശരിയായി എഴുതേണ്ടത് എങ്ങനെയാണ്? പെരുന്നാൾ മുൻപത്തെ പോലെ ആഘോഷിച്ചു, പെരുന്നാൾ പതിവ് പോലെ ആഘോഷിച്ചു. രണ്ടും കറക്റ്റ്. അതിന് പകരമായിട്ട് പെരുന്നാൾ മുൻ പതിവ് പോലെ ആഘോഷിച്ചു എന്ന് പറയുന്നത് തെറ്റ്. അടുത്തത്, പള്ളിയിൽ പലപ്പോഴും വിളിച്ചു പറയുന്ന ആളുകൾ പറയാറുള്ളതാണിത്. കാഴ്ചക്കാരെ നോക്കി നിൽക്കാതെ എല്ലാവരും പ്രകടനത്തിൽ പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിൽ തെറ്റുകൾ 2. കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ എല്ലാവരും പ്രകടനത്തിൽ നമ്മുടെ പള്ളിയിലാണെങ്കിൽ അങ്ങനെയല്ല. കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ എല്ലാവരും പ്രദക്ഷിണത്തിൽ പങ്കെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആദ്യത്തെ തെറ്റെന്താണ്? കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. കാഴ്ചക്കാരായി നിൽക്കുന്നത് നോക്കി നിൽക്കൽ തന്നെയാണ്. അല്ലാതെ കാഴ്ചക്കാരായി അവിടെ നിൽക്കുന്നവർ നോക്കാതെ നിൽക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. കാഴ്ചക്കാരായി നിൽക്കുന്നവർ എന്ന് മാത്രം മതി. അല്ലെങ്കിൽ അവിടെ നോക്കി നിൽക്കുന്നവർ എന്നാകാം. കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നു എന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ്. വീണ്ടും അപേക്ഷിക്കുന്നു എന്ന് വീണ്ടും ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ഈ ആവർത്തിക്കുക എന്നുള്ളത് നമ്മുടെ പള്ളിയിലെ പ്രയോഗങ്ങളിൽ വല്ലാതെ മുഴച്ചു നിൽക്കുന്നൊരു കാര്യമാണ്. എല്ലാം ഇങ്ങനെ ഒരുപാട് ആവർത്തിച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് കൂടുതൽ ഹൃദയത്തിലേക്ക് തറച്ച് കയറും എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിമിത്തം നമ്മളിങ്ങനെ ഒരേ സംഗതി തന്നെ പല പ്രാവശ്യം അഭ്യർത്ഥിക്കുന്നു, അല്ലെങ്കിൽ വിനീതമായി നിങ്ങളോട് പറയുന്നു എന്ന മട്ടിൽ അങ്ങനെ പറയുമ്പോൾ മിമിക്രിക്കാർക്ക് നമ്മളുടെ ഭാഷ അനുകരിക്കാൻ സാധിക്കും എന്ന ഒരു ഗുണം മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആവർത്തനങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. ദൂരദർശൻ പരിപാടികളെ നിശിതമായി വിമർശിക്കുന്ന ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സംപ്രേക്ഷണം ചെയ്യുന്നത് ശരിയല്ല എന്ന്. സംപ്രേക്ഷണം എന്നൊരു പദമില്ല, സംപ്രേഷണമാണ് ശരി. അപ്പോൾ പ്രേക്ഷണത്തിന് പകരമായി സംപ്രേക്ഷണം എന്ന് എഴുതുന്നവർ സംപ്രേഷണം എന്ന് തിരുത്തി എഴുതണമെന്നാണ് ഗ്രന്ഥകർത്താവ് നമ്മോട് ആവശ്യപ്പെടുക. സ്പോർട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം ശ്രദ്ധിച്ച ഒരു കാര്യം ഇങ്ങനെയാണ്: അങ്ങനെ മഹാരാഷ്ട്ര 4 ഇനങ്ങളിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. നമ്മളും പല പ്രാവശ്യത്തിൽ കേട്ടിട്ടുണ്ട് അങ്ങനെ കേരളം 4 ഇനങ്ങളിൽ അല്ലെങ്കിൽ 10 ഇനങ്ങളിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നു. തെറ്റെന്താണ്? തെറ്റുണ്ട്. കാരണം റെക്കോർഡ് സ്ഥാപിക്കുമ്പോൾ പുതിയ റെക്കോർഡല്ലാതെ പിന്നെ ഏത് റെക്കോർഡാണ് സ്ഥാപിക്കുക? അതെടുത്തു പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? പഴയ റെക്കോർഡ് ആർക്കെങ്കിലും പുതുതായിട്ട് സ്ഥാപിക്കാൻ പറ്റുമോ? അപ്പോൾ പണ്ട് റെക്കോർഡുണ്ടായിരുന്നു, ആ റെക്കോർഡ് ഒരാൾ തിരുത്തുമ്പോൾ പുതിയ റെക്കോർഡ് ഉണ്ടാകുന്നവന് പുതിയ റെക്കോർഡ് സ്ഥാപിക്കപ്പെടുന്നു എന്ന് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്ര 4 ഇനങ്ങളിൽ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയാനേ സാധിക്കുകയുള്ളൂ. അതല്ലാതെ പുതിയ റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. പഴയ റെക്കോർഡ് ആരും സ്ഥാപിക്കുന്നില്ലല്ലോ. ഇത് സാധാരണ വരുന്ന തെറ്റാണ്. ഇതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നത്, ദയവായി ഹാളിന് പുറത്ത് നിൽക്കുന്ന എല്ലാവരും അകത്ത് കയറി ഇരിക്കേണ്ടതാണ്. നമ്മളുടെ പല മീറ്റിങ്ങുകൾക്ക് ഇടയിലും മുഴങ്ങിക്കേൾക്കുന്ന സ്വരമാണിത്. ദയവായി ഹാളിന് പുറത്ത് നിൽക്കുന്ന എല്ലാവരും അകത്ത് കയറി ഇരിക്കേണ്ടതാണ്. ഇതിലെന്താ തെറ്റുണ്ട്. ഒന്നും കൂടി ആവർത്തിക്കണം ഞാനത്. ദയവായി ഹാളിന് പുറത്ത് നിൽക്കുന്ന എല്ലാവരും അകത്ത് കയറി ഇരിക്കേണ്ടതാണ്. ഇവിടുത്തെ പ്രശ്നം ക്രമത്തിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ദയവായി ഹാളിന് പുറത്ത് നിൽക്കുന്ന ആളുകളെന്ന് പറയുന്നത് ദയവോടുകൂടി പുറത്ത് നിൽക്കുന്ന ആളുകളെന്നാണ് അർത്ഥം. അപ്പോൾ അവരോട് അകത്തോട്ട് കയറാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഹാളിന് പുറത്ത് നിൽക്കുന്നവർ ദയവ് ചെയ്ത് അകത്തേക്ക് കയറുമെന്നാണ് പറയുന്ന ആൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാൾ പറയേണ്ടത് ഹാളിന് പുറത്ത് നിൽക്കുന്ന എല്ലാവരും ദയവായി അകത്ത് കയറി ഇരിക്കണം. ഈ ദയവായി എന്നതിൻ്റെ ക്രമം ഒന്ന് മാറ്റണം എന്നർത്ഥം. ഇനി ഇതുപോലെ തന്നെ സാധാരണ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വരുത്താറുണ്ട്. ഒന്ന്, പള്ളിയിലെ വികാരിയച്ഛനും ആളുകളും വിശിഷ്ടാതിഥികളും നഗരം ചുറ്റി പ്രദക്ഷിണം നടത്തി. തെറ്റെന്താണ്? വികാരിയച്ഛനും ഭക്തജനങ്ങളും വിശിഷ്ടാതിഥികളും നഗരം ചുറ്റി പ്രദക്ഷിണം നടത്തി. രണ്ടിൻ്റെ അർത്ഥം ഒന്നാണ്. നഗരം ചുറ്റുക, പ്രദക്ഷിണം നടത്തുക എന്നതിൻ്റെ. അപ്പം നഗരം ചുറ്റി എന്നോ നഗരപ്രദക്ഷിണം നടത്തി എന്നോ മതി. ഈ നഗരപ്രദക്ഷിണം നടത്തി എന്ന് പറയുന്നതിനാണ് കുറച്ചുകൂടി ഭംഗിയുള്ളത്. അപ്പം നഗരം ചുറ്റി പ്രദക്ഷിണം നടത്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്.
വീണ്ടും പറയുകയാണ്, നഗരപ്രദക്ഷിണം നടത്തി എന്ന് പറഞ്ഞാൽ ആ തെറ്റ് തിരുത്താനാവും. കാച്ചി എണ്ണക്കുപ്പി, പലരും പറയാറുള്ളത്, കാച്ചി എണ്ണക്കുപ്പി എന്ന് പറയുമ്പോൾ എണ്ണക്കുപ്പി ആർക്കും കാച്ചിയെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എണ്ണയല്ലേ കാച്ചിയത് എന്ന ചിന്തയിൽ നിന്ന് കാച്ചെണ്ണയുടെ കുപ്പിയെന്നോ കാച്ചെണ്ണക്കുപ്പിയോ എന്ന് പറയാൻ പറ്റും. പക്ഷേ എന്നാലും നമ്മളെല്ലാവരും കാച്ചി എണ്ണക്കുപ്പി എന്നേ പറയൂ. തെറ്റാണെന്ന് തിരിച്ചറിയണമെന്ന് മാത്രം ആവശ്യപ്പെടുകയാണ്. ഇതുപോലെ ഈ പുസ്തകത്തിൽ ധാരാളം ഇരു ടീമുകളും 2 ഗോൾ വീതം നേടിയിരിക്കുകയാണ് എന്ന് ദൃക്സാക്ഷി വിവരണം. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടിയിരിക്കുകയാണ്. 2 എന്ന് പറഞ്ഞാൽ അർത്ഥം 2 വീതം എന്നാണ്. അപ്പോൾ ഇരു ടീമുകളും 2 ഗോൾ നേടിയിരിക്കുകയാണ് എന്ന് പറയുന്നതാണ് ശരി. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടിയിരിക്കുകയാണ് എന്ന് പറയുന്നത് തെറ്റ്. ഒരു ചെറുകഥയിലെ വാക്ക് ഇങ്ങനെയാണ് ഇത്ര തുടങ്ങുന്നത്: അന്ന് വൈകുന്നേരം ഒരു ഈവനിങ് വാക്കായാലോ എന്ന് ഞാൻ ചിന്തിച്ചു. വൈകുന്നേരം നടത്തുന്ന വാക്കിനെ പിന്നെ ഈവനിങ് വാക്കെന്നല്ലാതെ പിന്നെ എന്താ പറയുക? അപ്പോൾ വൈകുന്നേരം മോർണിംഗ് വാക്ക് നടത്താൻ പറ്റില്ലല്ലോ. അന്ന് വൈകുന്നേരം ഒരു ഈവനിങ് വാക്ക് നടത്തിയാലോ എന്ന് എഴുതുന്നത് തെറ്റാണ്. വൈകുന്നേരം സായങ്കാലം ഇവ ഒന്ന് തന്നെയാണ്. അത് ഏതെങ്കിലും അന്ന് വൈകുന്നേരം ഒരു സവാരി നടത്തിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു, അല്ലെങ്കിൽ വാക്ക് നടത്തിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ കറക്റ്റ്. ഒരാളുടെ ആത്മകഥയിൽ നിന്ന് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ ഞാൻ കണ്ടുമുട്ടി. തെറ്റെന്താണ്? സഹപ്രവർത്തകൻ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ ജോലി ചെയ്യുന്ന ആളെന്നാണ്. അങ്ങനെ 2 പ്രാവശ്യം അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ യാത്രാമധ്യേ കണ്ടുമുട്ടി എന്ന് പറയുന്നത് കറക്റ്റ്. ക്രിസ്മസും ഈസ്റ്ററൊക്കെ വരുമ്പോൾ പലപ്പോഴും ഞങ്ങൾ അച്ഛന്മാർ ആളുകൾക്ക് ആശംസകൾ നേരും. ആഹ്ലാദ നിർഭരവും ശാശ്വത സമാധാനവുമുള്ള ഭാവി ആശംസിക്കുന്നു. ന്യൂ ഇയറിൽ പറയാവുന്നതാണ്. ആഹ്ലാദ നിർഭരവും ശാശ്വത സമാധാനവുമുള്ള ഭാവി ആശംസിക്കുന്നു. ഉള്ള എന്നതിനോട് നാമരൂപങ്ങൾ മാത്രമേ ചേരൂ. ആഹ്ലാദ നിർഭരം നാമരൂപമല്ല, വിശേഷണ രൂപമാണ്. അതുകൊണ്ട് ആഹ്ലാദ നിർഭരത എന്ന് മാറ്റി പറഞ്ഞാലേ ശരിയായി വരൂ. ആഹ്ലാദ നിർഭരതയും ശാശ്വത സമാധാനവുമുള്ള ഭാവി ആശംസിക്കുന്നതാണ് ശരി. അപ്പോൾ ഞാൻ ഇതെന്തൊക്കെ പറഞ്ഞാലും അടുത്ത തവണ ഞാൻ തന്നെ പറയുമ്പോൾ ആഹ്ലാദ നിർഭരവും ശാശ്വത സമാധാനവുമുള്ള ഭാവി ആശംസിക്കുന്നു എന്നേ പറയാൻ സാധ്യമുള്ളൂ. അതുകൊണ്ട് തിരുത്തണമെന്ന് ഞാൻ എന്നോട് തന്നെ പറയുകയാണ്. ആഹ്ലാദ നിർഭരതയും ശാശ്വത സമാധാനവുമുള്ള ഭാവി ആശംസിക്കുന്നു. അടുത്തത്, ഇന്നാട്ടിലെ എല്ലാ നല്ല മനുഷ്യരെയും ഞങ്ങൾ സമ്മേളന നഗരിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിൽ ഹാർദവമായി എന്ന് നമ്മളെല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണ്. ഹാർദമായി എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ശരിയായ പദം. സ്വാഗതം ചെയ്യുക, ക്ഷണിക്കുക. അപ്പോൾ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി. ഹാർദവമായി എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് തിരിച്ച് മനസ്സിലാക്കുക. ഇനി പല ആളുകൾ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, കല്യാണത്തിന് എനിക്ക് ക്ഷണനമുണ്ടായി. ക്ഷണനം എന്നാൽ ഒരാളെ കുത്തുക എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഒരാളെ കുത്തിക്കീറാൻ വേണ്ടി പ്രത്യേകിച്ച് കല്യാണ വീട്ടിലേക്ക് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ക്ഷണനം തെറ്റാണ്, ക്ഷണം മാത്രമാണ് ശരി. വാസ്തവത്തിൽ വളരെ ദുഷ്കരം പിടിച്ച ഒരു യാത്രയായിരുന്നു അത്. ഒരാൾ പറയുകയാണ് ദുഷ്കരം പിടിച്ചത് എന്ന തെറ്റാണ്. കാരണം ദുഷ്കരം പിടിച്ചത് എന്നതിന് ചെയ്യാൻ പ്രയാസമുള്ള എന്ന അർത്ഥമല്ല കിട്ടുന്നത്. ദുഷ്കരം നാമവിശേഷണമാണ്. ഇതിനോട് പിടിച്ച എന്ന് ചേർത്തുകൂടാ. നാമത്തോട് മാത്രമേ പിടിച്ച എന്ന് ചേർക്കാവൂ. അതായത് അപകടം പിടിച്ച അത് ശരിയാണ്, ശനി പിടിച്ച അതും ശരിയാണ്. പക്ഷേ ദുഷ്കരം നാമവിശേഷണമാണ്. അതിനോടുകൂടി ദുഷ്കരം പിടിച്ച എന്ന് പറയുമ്പോൾ തെറ്റിപ്പോകുന്നു. വാസ്തവത്തിൽ വളരെ ദുഷ്കരമായ ഒരു യാത്രയായിരുന്നു അത് എന്ന് പറയുന്നത് ശരിയായി മാറുന്നു. ഇനി ചില ആളുകളൊക്കെ ഓർത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തുമ്പോൾ ചിലപ്പോൾ ഇങ്ങനൊരു വാചകം വരാം: ഓമനത്വം തുളുമ്പുന്ന ആ മുഖം ഇപ്പോഴും കൺമുൻപിൽ തെളിഞ്ഞു നിൽക്കുന്നു. തെറ്റാണ്. ഓമനത്വം എന്നുള്ളത് തെറ്റാണ്. കാരണം സംസ്കൃത ശബ്ദങ്ങളോട് മാത്രമേ ത്വം ചേർക്കാവൂ. ബാലത്വം, പൗരത്വം, ഭാര്യാത്വം, അധ്യാപകത്വം ശരി. പക്ഷെ മലയാള ശബ്ദങ്ങളോട് ത്വം എന്നല്ല തം എന്നാണ് വേണ്ടത്. അതായത് ഓമനത്തം, ആണത്തം,
കുട്ടിത്തം, ചീത്തത്തം, അടിമത്തം, മുതലാളിത്തം. അപ്പോൾ ഇവിടെ ഓമനത്വം എന്ന് പറഞ്ഞതിന് പകരമായിട്ട് ഓമനത്തം എന്ന് തന്നെ മാറ്റി എഴുതണം. ഇന്ന് രാവിലെ വരെ ഞാനും വായിച്ച ഒരു കാര്യം, ആ രാഷ്ട്രീയ കക്ഷിയുടെ ഏറ്റവും സമുന്നത നേതാവാണ് ഇദ്ദേഹം. പള്ളിയിൽ നമ്മൾ പറയും ഈ ഇടവകയിലെ ഏറ്റവും സമുന്നത നേതാവാണ് ഇദ്ദേഹം. തെറ്റാണത്. കാരണം ഏറ്റവും എന്ന വിശേഷണം വ്യാകരണ നിയമപ്രകാരം ഘടിക്കുന്നത് നേതാവിനോടാണ്. ഉദ്ദേശിച്ചത് ഏറ്റവും സമുന്നതനായി എന്നും. സമുന്നതൻ എന്ന പദം സമാസത്തിലൂടെ നേതാവിന് പരാധീനപ്പെട്ടു പോയിരിക്കുന്നതിനാൽ ബാഹ്യവിശേഷണമായി ഏറ്റവും സ്വീകരിക്കാൻ അതിനാവില്ല. അപ്പോൾ ആ രാഷ്ട്രീയ കക്ഷിയുടെ ഏറ്റവും സമുന്നതനായ നേതാവാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് ശരി. ഇനി കൈക്കൂലിയൊക്കെ കണ്ടും കേട്ടും മടുത്ത ഒരാൾ അവസാനം പറയുകയാണ്, ഒടുവിൽ ഞാൻ എൻ്റെ കണ്ണടച്ചു. അതിൽ തെറ്റുണ്ട്. കാരണം ഒടുവിൽ ഞാൻ കണ്ണടച്ചു എന്നെഴുതിയാൽ മതി. എൻ്റെ കണ്ണല്ലാതെ മറ്റൊരാളുടെ കണ്ണ് അടക്കാൻ താങ്കൾക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒടുവിൽ ഞാൻ എൻ്റെ കണ്ണടച്ചു എന്ന് പറയുന്നതിന് പകരം ഒടുവിൽ ഞാൻ കണ്ണടച്ചു എന്നെഴുതുന്നതാണ് ശരി. അധ്യാപകൻ നന്നായി പഠിച്ചതിന് കുട്ടിക്ക് സമ്മാനം നൽകി എന്നാണ് ഒരാൾ പറയുക. അപ്പോൾ അധ്യാപകൻ നന്നായി പഠിച്ചതിന് ശേഷം കുട്ടിക്ക് സമ്മാനവും നൽകുക എന്നുള്ള കൃത്യവും ചെയ്തു എന്നാണ് അർത്ഥം വരിക. അപ്പോൾ അധ്യാപകൻ കഴിഞ്ഞ് കോമ ഇട്ടാലേ ശരിയാവും. അതല്ലെങ്കിൽ നന്നായി പഠിച്ചതിന് അധ്യാപകൻ കുട്ടിക്ക് സമ്മാനം നൽകി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിരുത്തലുകൾ വേണം. മാന്യരെ, പ്രിയ സുഹൃത്തെ, മാന്യമിത്രമേ എന്നെല്ലാം പറഞ്ഞ് സംബോധന ചെയ്യും. പ്രിയരെ, പ്രിയരേ എന്ന് തന്നെ പറയണം. കാരണം അവിടെ ദീർഘം ആവശ്യമുണ്ട്. സംബോധനയ്ക്ക് പ്രിയരേ, മാന്യ സുഹൃത്തേ, മാന്യമിത്രമേ എന്ന ദീർഘം തന്നെ വേണം. ആ യകാരം ചേർത്താൽ മാത്രമേ വ്യാകരണപ്രകാരം അത് ശരിയായി വരികയുള്ളൂ. ഇനി ഒരു കാര്യം കൂടി, ആ പരിപാടി വളരെ ആകർഷണീയമായിരുന്നു എന്ന് പലരും അറിയിച്ചിട്ടുണ്ട്. ആകർഷണീയം എന്നതിൻ്റെ അർത്ഥം ആകർഷിക്കാവുന്നത്, ആകർഷിക്കത്തക്കത് എന്നാണ്. ആകർഷകം എന്നാൽ അതിനർത്ഥം ആകർഷിക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ വാക്യത്തിൽ വരേണ്ടിരുന്നത് ആ പരിപാടി വളരെ ആകർഷകമായിരുന്നു എന്നാണ്, ആകർഷണീയമായിരുന്നു എന്നല്ല. ഇതുപോലെ തിരുത്തുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ തിരുത്തേണ്ടി വരും. അപ്പോൾ കുറച്ചുകൂടി ശുദ്ധമായ മലയാളം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഇനി ആരും പള്ളിപ്രസംഗങ്ങളൊക്കെ കേട്ടിട്ട് അയ്യോ വെറും പള്ളിപ്രസംഗമായി പോയി എന്ന് പറയാനിട വരരുത്. കാരണം പള്ളിക്കൊരു ശുദ്ധിയുണ്ട്. പള്ളിയിൽ പ്രസംഗിക്കുന്നവനും ശുദ്ധിയുണ്ടാകണം. അവൻ്റെ മലയാളത്തിനും അവൻ്റെ ഭാഷയ്ക്കും ശുദ്ധിയുണ്ടാകണം. അപ്പോൾ ശുദ്ധി നിറഞ്ഞ വഴികളിലൂടെ ശുദ്ധിയോടെ നടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്നും വിശുദ്ധി എന്തെന്ന് തിരിച്ചറിയുവാൻ ദൈവം അനുവദിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി നന്ദി.